കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച 17-കാരിയുടെ അവയവം ദാനം ചെയ്തു. പയ്യാവൂർ സ്വദേശിനിയായ അയോണ മോൺസണിന്റെ വൃക്കകളും മറ്റ് അവയവങ്ങളുമാണ് ദാനം ചെയ്തത്. വിമാനമാർഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച വൃക്കകൾ പാറശാല സ്വദേശിയായ യുവതിക്കാണ് നൽകുക. ആഭ്യന്തര യാത്രാ വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണ് ഇന്ന് നടന്നത്. അയോണയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നീക്കങ്ങൾ വേഗത്തിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് വൃക്കകൾ എത്തിച്ചത്. ഇൻഡിഗോ വിമാനമാർഗം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെത്തിച്ച വൃക്കകൾ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡ് മാർഗം ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. സാധാരണ എവിടെ അവയവദാനം നടന്നാലും മെഡിക്കൽ കോളേജുകൾക്ക് ഒരു കിഡ്നി കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പോൾ കോട്ടയത്തിനും കോഴിക്കോടിനും കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം കിഡ്നി എടുക്കാത്തത് കൊണ്ട് നമുക്ക് ട്രിവാൻഡ്രമാണ് അലോക്കേറ്റഡ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പറ്റിയ അവിടെ നിന്ന് സമയബന്ധിതമായി ഇവിടെ കൊണ്ടുവരണം. ഹെലികോപ്റ്ററിൻ്റെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് പറ്റുമോ നോക്കി അങ്ങനെ ഇൻഡിഗോയെ കോൺടാക്ട് ചെയ്യും. ഇൻഡിഗോ നമുക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തത്. അവയവം എത്തിക്കുന്നതിൽ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ഉണ്ടായെന്ന് കേസോട്ടോ അധികൃതർ പ്രതികരിച്ചു. ഞാനിതിൽ ന്യൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞതുകൊണ്ട് തന്നെ അതുപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടിയുള്ള ഒരു കോർഡിനേഷനാണ്. നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണല്ലോ ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട്. കേസോട്ടോ വഴി രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം പാറശാല സ്വദേശിക്കാണ് വൃക്കകൾ നൽകുക. അയോണ മോൺസന്റെ കരൾ, കോർണിയ അടക്കമുള്ള മറ്റ് അവയവങ്ങളും ദാനം ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത്. സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ അയോണയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.